എല്ലാവരും ഇപ്പോൾ അനുമോളോട് ചോദിക്കുന്ന ഒരു കാര്യം അനീഷിനെ കുറിച്ചാണ് എന്ന് തന്നെ പറയാം. എന്നാൽ എന്ത് ചോദ്യം ചോദിച്ചാലും വളരെയധികം തന്നെ തന്മയത്തോടെ മറുപടി പറയാൻ അനുവിന് സാധിക്കും. അനീഷ് വീട്ടിൽ പ്രപ്പോസലുമായി വന്നു, അനീഷ് പിന്നീട് വിളിച്ചിരുന്നു. ഇതൊക്കെയാണ് പ്രേക്ഷകർക്ക് ഇപ്പോൾ അറിയേണ്ട ഒരു കാര്യം. അനീഷ് പിന്നീട് വിളിച്ചിരുന്നു എന്ന് എടുത്തു പറയുന്നുണ്ട് താരം. അതുകൊണ്ട് തന്നെ നഷ്ടങ്ങളൊന്നും സംഭവിക്കുന്നില്ല എന്ന് വേണം പറയാൻ. എന്നാൽ ആരോടും കള്ളം പറയാതെ പിടിച്ചു നിൽക്കുകയാണ് ശരിക്കും താരം ചെയ്യുന്നത്. സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഇതിനെക്കുറിച്ച് എടുത്തു പറയുന്നുണ്ട്. ആരാധകരെല്ലാവരും ഇക്കാര്യങ്ങളെക്കുറിച്ച് അറിയുന്നുമുണ്ട് എന്ന് പറയാം. ഇപ്പോൾ എല്ലാവരും അനുമോളുടെ വീട്ടിൽ തന്നെയാണ് നിൽക്കുന്നത്. എല്ലാവരും അനുമോളുടെ ബൈറ്റുകൾ തന്നെയാണ് എടുക്കുന്നത്. അനുമോൾ എങ്ങോട്ട് തിരിയുന്നു എന്ന് നോക്കി നിൽക്കുകയാണ് പ്രേക്ഷകർ. എല്ലാവരും അനീഷിനെ വിളിച്ചോ, അനീഷ് വിവാഹാലോചനയുമായി വീട്ടിൽ വരുമോ, ഇതൊക്കെയാണ് ചോദിക്കുന്നതും അറിയേണ്ടതും എന്ന് തന്നെ പറയാം. പ്രേക്ഷകരും ഇതുതന്നെയാണ് ഇപ്പോൾ അന്വേഷിക്കുന്നത്. അനുമോൾ എല്ലാവർക്കും മറുപടി പറയുന്നുണ്ട്. അനീഷേട്ടൻ വിളിച്ചില്ല എന്ന് പറയാൻ സാധിക്കില്ലല്ലോ, അദ്ദേഹം വിളിക്കട്ടെ, അതിന് കുഴപ്പമൊന്നുമില്ല. എന്നാലും എൻ്റെ ഉത്തരത്തിന് മാറ്റമില്ല എന്ന് അനുമോൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സൗഹൃദമായി മുന്നോട്ട് പോകാൻ എനിക്കൊരു പ്രശ്നവുമില്ല, അതിലൊരു പ്രശ്നവും എൻ്റെ മുന്നിൽ നിൽക്കുന്നില്ല. അദ്ദേഹം എന്നും എൻ്റെ നല്ല സുഹൃത്ത് തന്നെയായിരിക്കും. പക്ഷേ അതിനുള്ള ഉത്തരം ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അത് അദ്ദേഹത്തിന് മനസ്സിലായി കാണുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. മാധ്യമങ്ങൾ ഇങ്ങനെ അദ്ദേഹത്തിനെക്കുറിച്ച് ഓരോന്ന് എഴുതുന്നതല്ലേ. എനിക്ക് അദ്ദേഹത്തിനെക്കുറിച്ച് മോശമായി ഒന്നും പറയാനില്ല. എന്നോട് മോശമായി അദ്ദേഹം ഒന്നും ചെയ്തിട്ടുമില്ല. പിന്നീട് ഞാൻ എന്താണ് പറയേണ്ടത്? അദ്ദേഹം വീട്ടിൽ കല്യാണാലോചനയായി വന്നാലും ഇനി എങ്ങനെ ചോദിച്ചാലും എൻ്റെ ഉത്തരം ഇപ്പോൾ നോ തന്നെയാണ്. എനിക്കങ്ങനൊന്നും തോന്നാതെ എനിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ലല്ലോ. അതുപോലെ വിവാഹം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങളാണ് ഉള്ളത്. അത് ഒത്തിരി ഉണ്ട് എന്ന് ഞാൻ അദ്ദേഹത്തിനോടും പറഞ്ഞിട്ടുണ്ട്. കാരണം അത് അദ്ദേഹത്തിന് മനസ്സിലാകണമല്ലോ എന്ന് തോന്നി. അത് അദ്ദേഹത്തിന് മനസ്സിലാവുകയും ചെയ്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മാധ്യമങ്ങൾ ഇങ്ങനെ അനീഷേട്ടനെയും എന്നെയും കെട്ടിക്കാൻ നടക്കുകയാണ്. എന്നാൽ അതൊന്നുമല്ല നമ്മുടെ മനസ്സിലെന്ന് മനസ്സിലാക്കണം. അദ്ദേഹത്തിന് ഇഷ്ടം തോന്നി, അദ്ദേഹം പറഞ്ഞു, അതെല്ലാം ശരി തന്നെയാണ് എന്ന് പറഞ്ഞ് ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി മാധ്യമങ്ങൾ തീരുമാനിച്ചാൽ ഒന്നും ശരിയാവില്ലല്ലോ. അദ്ദേഹത്തിനെ ഇങ്ങനെ ചൂഷണം ചെയ്യാതിരിക്കുക. അദ്ദേഹം നല്ലൊരു പ്ലെയർ ആയിരുന്നു, അതിനെക്കുറിച്ച് സംസാരിക്കൂ. ആവശ്യമില്ലാത്തതൊക്കെ പറഞ്ഞ് വെറുതെ മനുഷ്യരെയൊക്കെ തന്നെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയാണിത്. അങ്ങനൊരു ഇഷ്ടമുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഭാവിയിലുണ്ടെങ്കിൽ നിങ്ങളെ അറിയിക്കാം. അല്ലാതെ ഇപ്പോഴൊന്നുമില്ല തൽക്കാലം. എല്ലാം ആ പറഞ്ഞതുപോലെ തന്നെയെന്ന് അനുമോൾ പറയുന്നു. എന്നാൽ അനീഷിന് ആ ഇഷ്ടം ഇപ്പോഴും ഉണ്ട് എന്ന് പ്രേക്ഷകർ ഉറച്ചു വിശ്വസിക്കുകയാണ്. അനീഷ് മാധ്യമങ്ങളോടൊന്നും അങ്ങനെ പ്രതികരിച്ചിട്ടില്ലെങ്കിലും എല്ലാവരും എടുത്തു പറയുന്നതും അതേ കാര്യത്തെക്കുറിച്ചാണ്. എല്ലാവരും വളരെ കൃത്യമായി തന്നെ അനീഷിനെക്കുറിച്ച് അത് ഏറ്റെടുക്കുന്നുമുണ്ട്. അനീഷ് അനുമോളുടെ ഇഷ്ടം പറഞ്ഞത് വളരെയധികം സിൻസിയറായിട്ടാണ്, സ്നേഹത്തോടെയാണ് എന്ന് പ്രേക്ഷകരെല്ലാവരും ഒരുപോലെ പറയുകയും ചെയ്യുന്നു. പ്രേക്ഷകരെല്ലാവരും ഇതിന് മനസ്സിലാക്കി തന്നെയാണ് സംസാരിക്കുകയും പറയുകയും ചെയ്യുന്നത്. ആരാധകരെല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് ഏറ്റെടുക്കുന്നതും ഇത്തരത്തിൽ തന്നെയാണ് എന്ന് പറയാം. ഓരോ തവണയും പ്രേക്ഷകർ പങ്കുവയ്ക്കുന്ന വാർത്തയൊക്കെ തന്നെയും ഇങ്ങനെയാണ് വൈറലാകുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.